നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം. ഒന്നുകൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ പകൽക്കാലത്തിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ദൈവസന്നിധിയിൽ കർത്താവ് കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിനോട് ചേർത്ത് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പേരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. അതേപോലെ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പകൽക്കാലത്തിൽ നിങ്ങളുടെ നടുവിൽ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ നയിക്കുവാനും നടത്തുവാനും നൽകുവാനും രക്ഷിപ്പാനും കർത്താവ് മതിയാവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങൾക്കായി നന്ദി. പകൽക്കാലത്തിൽ ആമേൻ ഹല്ലേലൂയ ചില ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവവചനങ്ങളെ ദൈവം കർത്താവ് അടിയന് നൽകിയിരിക്കുകയാണ്. ആമേൻ അത് കൈമാറാൻ വേണ്ടി ആമേൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവാത്മാവ് നൽകിയതാണ് കേട്ടോ, എൻ്റേതല്ല കേട്ടോ. ഇതെല്ലാം ദൈവത്തിൻ്റെ ദൈവം കൈമാറിയ ചിന്താവിഷയമാണ്. ആമേൻ. ആമേൻ. ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ അടഞ്ഞ് ആമേൻ പോകുന്നതും തുറന്നു വരുന്നതും എന്നുള്ളതാകുന്നു. അടഞ്ഞു പോകുന്നതും തുറന്നു വരുന്നതും എന്നുള്ള ആമേൻ ആമേൻ ഒരു ചിന്താ വിഷയമാകുന്നു ഇന്ന് ദൈവസഭയിൽ ദൈവമക്കളുടെ നടുവിൽ കൈമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. അടഞ്ഞു പോകുന്നതും തുറന്ന് വരുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തുറന്ന് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമുക്ക് മുൻപോട്ട് സാധിക്കത്തുള്ളൂ. അല്ലേ ദൈവങ്ങളെ? നമുക്ക് തുറന്നു വരണം, ഇല്ലേ? അടഞ്ഞു പോയാൽ നമുക്ക് മുൻപോട്ട് സാധിക്കത്തില്ല. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ സങ്കീർത്തനത്തിലൂടെ വായിച്ചു. 121 സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൽ ഭക്തൻ 1-2 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ വരുന്നു. ഭക്തൻ ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ലോകത്തിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുന്നതിനുപരി ലോകത്തിന് ഒരു പരിമിതിയുണ്ട്. ലോകത്തിൽ നമുക്ക് ലഭിച്ചാൽ, എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ആമേൻ പരിമിതിയില്ല. ആമേൻ. ആയതുകൊണ്ടാണ് ഭക്തൻ ലോകത്തെ ഉപരി ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു വഴി ദൈവം തുറന്നു തന്നാൽ അത് ആർക്കും അടച്ചുകൂടാ. ആമേൻ. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാനും സാധിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്താവിഷയം ഞാൻ പറഞ്ഞുവല്ലോ, അടഞ്ഞു പോയതും തുറന്നു വന്നതും. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. 17-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇസ്രായേൽ രാജാവായ ആഹാബ് ഇസബേൽ യൊരബയാമിൻ്റെ പാപങ്ങളിൽ ഇസ്രായേൽ മക്കളെ വഴി നടത്തുന്ന കാലം. ഞാൻ പറഞ്ഞത് എന്താണ്? ഇസ്രായേൽ രാജാവായ ആഹാബ് ഇസബേൽ യൊരബയാമിൻ്റെ പാപങ്ങളിൽ ഇസ്രായേൽ മക്കളെ വഴി നടത്തുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. കാലം. ആമേൻ. ആ കാലത്തിലാകുന്നു ഞാൻ ഈ സംഭവം നടക്കുന്ന പോലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. ആമേൻ. 1-ാം അധ്യായം നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഗിലെയാദിലെ തിബ്ശിയിൽ നിന്നുള്ള തിബ്ശ്യനായ ഏലിയാവ് ആഹാബിന്റെ അരികിലേക്ക് വരികയാണ്. ആമേൻ. ആമേൻ. ആഹാബിന്റെ അടുക്കലേക്ക് ഏലിയാവ് വന്നത് ഏലിയാവ് സ്വമേധ വന്നതല്ല, ദൈവം അയച്ചിട്ട് വരികയാണ്. ഗിലെയാദിലെ തിബ്ശിൽ നിന്നുള്ള തിബ്ശ്യനായ ഏലിയാവ് ആഹാബിന്റെ അടുക്കൽ വന്നെന്ന് പറയാണ്: ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും
ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഞ്ഞും മഴയും ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, നന്മ ഉണ്ടാകണമെങ്കിൽ ദൈവപുരുഷൻ പറയണം, ദൈവം പറയണം. ഹല്ലേലൂയ. ആമേൻ. ഈ ആണ്ടുകളിൽ ഇസ്രായേലിൽ മഴയും മഞ്ഞും ഉണ്ടാകണമെങ്കിൽ, നന്മ ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയണം. ആമേൻ. ആ വചനം ഒന്ന് വായിച്ചാലും. ആമേൻ. ഗിലെയാദിലെ ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാകുന്ന യഹോവയാണ്. മതി. സ്തോത്രം. എലിയ പറയുന്നത് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാകുന്ന യഹോവയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ യഹോവയുടെ നാമം വിളിച്ചാണ് യഹോവയാണ് ഇട്ട് പറയാണ്. മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. ആമേൻ. ഞാൻ പറയണം, ദൈവം പറയണം. നമുക്കറിയാം. ആമേൻ. തുടർന്ന് ആമേൻ രാജാവിൻ്റെ അടുത്താണ് പറഞ്ഞ്, ഇസ്രായേൽ ഭരിക്കുന്ന രാജാവിൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലില് മഴയും മഞ്ഞൊന്നും പെയ്യാതിരുന്നാൽ, ആമേൻ, ധാന്യമൊന്നും വിളയാതിരുന്നാൽ ഇസ്രായേൽ ജനമൊക്കെയും രാജാവിനെ എടുത്തിട്ട് അടിക്കും. രാജാവ് രാജാവിന് വഴക്ക് പറയും. രാജാവിനാണ് ആമേൻ കുഴപ്പം. ആൾക്കാർക്ക് ആഹാരം കൊടുക്കണം. മഴയും മഞ്ഞും പെയ്യാതിരുന്നാൽ ആകെ ക്ഷാമത്തിൽ പോകും, എല്ലാം പട്ടിണിയിൽ പോകും. രാജാവ് അടങ്ങിയിരിക്കില്ല. ഇപ്രകാരം ഒരു വചനം പറഞ്ഞിട്ട് പോയാൽ മഴയും മഞ്ഞും ലഭിക്കൂല എന്ന് ഒരു ശാപവാക്ക് പോലെ പറഞ്ഞിട്ട് പോയാൽ രാജാവ് അടങ്ങിയിരിക്കത്തില്ല. അപ്പോ രാജാവ് അടങ്ങിയിരിക്കാത്ത ഒരാളായതുകൊണ്ട് ഈ വചനം കഠിന വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. കഠിന കൽപ്പനയാണ് പറഞ്ഞിട്ട് പോയത്. ആയതുകൊണ്ട് ആമേൻ രാജാവ് ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി നോക്കും. ആയതുകൊണ്ട് ദൈവം പറഞ്ഞു, ഏലിയാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഹല്ലേലൂയ ഇവിടെ നിന്ന് ആമേൻ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ ചെന്ന് നീ ഒളിച്ചു പാർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവ് കെരീത്ത് തോട്ടിൻ്റെ തോട്ടിൻ്റെ അരികത്തിൽ പോയി കരയിൽ പോയി ഒളിച്ചിരിക്കും. കുറേ കാലം ഒളിച്ചിരിക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് തോട് പറ്റി കാക്കയുടെ വരവ് നിന്നുപോയി എന്നൊക്കെ നമുക്കറിയാം. ആമേൻ. തുടർന്ന് ഏലിയാവിനെ പോറ്റുവാൻ വേണ്ടി ആ ക്ഷാമകാലത്തിൽ, ആമേൻ, ആ പട്ടിണിയുള്ള കാലം, ആമേൻ, മഴയും മഞ്ഞും പെയ്യാത്ത കാലത്തിൽ ഏലിയാവിനെ പോറ്റാൻ വേണ്ടി ഏലിയാവിനെ വിധവയുടെ സാരാപത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. നമുക്ക് ആ വചനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ദൈവമക്കളാണ്, ദൈവവചനം വഹിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ഏലിയാവിനെ ആമേൻ സാരാപത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് ആമേൻ ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞു പോയി കേട്ടോ. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ 3 സംവത്സരം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ് ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോവുകയാണ്. നീ എന്ന് ആഹാബിൻ്റെ അടുത്തുനിന്ന് പോകണം. ആഹാബിൻ്റെ അടുത്ത് നിന്ന് നിന്റെ മുഖമൊന്ന് നീ ഒന്ന് കാണിക്കുക, നീ ഇവിടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതിന് പറഞ്ഞൊരു സാരാംശം എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഇപ്രകാരം വചനം ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയത് നിമിത്തം ആഹാബ് രാജാവ്, ഇസ്രായേൽ ഭരിക്കുന്ന ആഹാബ് രാജാവ് തൻ്റെ സകല ദൂതന്മാരെ അയച്ച് ഏലിയാവിനെ എവിടെ വെച്ച് കണ്ടാലും അവനെ കൊന്നുകളയണമെന്ന് കൽപ്പന പ്രകടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആഹാബിൻ്റെ ഭൃത്യന്മാർ സകല ദേശവും സകല സ്ഥലവും ഏലിയാവിനെ അന്വേഷിച്ചുകൊണ്ടോ കണ്ടില്ല കേട്ടോ. കാണാത്തതുകൊണ്ട് ഏലിയാവ് ഇവിടെ അവരോടോ ഇല്ല എന്ന് പറഞ്ഞ് ആഹാബിനെ അങ്ങനെ വച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലായിരുന്നു ഏലിയാവ് ആഹാബിൻ്റെ അടുക്കൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവിനെ ആമേൻ ആമേൻ സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വചനം വായിക്കുക വെച്ചാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാനിരിക്കുന്നു പോകുന്നു എന്ന് പറഞ്ഞു. കാണിപ്പാൻ പോയി. കഠിനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മതി. സ്തോത്രം. ആമേൻ. എന്നാൽ ആമേൻ ദൈവപുരുഷനാകുന്ന ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഏലിയാവ് ആഹാബിനെ കാണാൻ പോവുകയാണ്. ആമേൻ. വഴിയിൽ വെച്ച് ആമേൻ ഒബദ്യാവ് എന്ന് പറയുന്ന ദൂതനെ കാണാനിടയിൽ തീർന്നു. ഒബദ്യാവ് എന്ന ദൂതനോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്ന്
ആമേൻ, അല്ലയോ യജമാനെ, ആമേൻ ആമേൻ, ഏലിയ ഇവിടെ ഉണ്ടെന്ന് ഞാൻ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒന്നാമത് എൻ്റെ തല പോകും. ആമേൻ, രാജാവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ഏലിയാവിനെ ഇവിടെ വെച്ച് കണ്ടാൽ തട്ടിക്കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. ആമേൻ, നിങ്ങൾ രാജാവ് ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നത്. നീ ഇവിടെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടെന്ന് രാജാവിൻ്റെ അടുത്ത് നിന്ന് പറയുകയും ദൈവം ഏലിയാവിനെ എടുത്ത് ചിലപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് ആക്കിക്കളയൊക്കെ ചെയ്താൽ നമ്മൾ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ കൊല്ലും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്ലല്ലേ? എന്നാൽ രാജാവ് തന്നെ, ഹല്ലേലൂയ, ഏലിയാവ് തന്നെ രാജാവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കണേ. ഒടുവിൽ ഉപദ്യാവ് രാജാവിനെ കാര്യം അറിയിച്ചു. അപ്പോൾ ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കവേ രാജാവ് ഏലിയാവെ കാണുവാൻ വേണ്ടി പോയി. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കാണുവാൻ പോയപ്പോൾ രാജാവ് ഏലിയാവിനെ കണ്ട ഉടനെ ഏലിയാവ് ചോദിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് വചനം വായിച്ചാലും ഇതാരത്? ആഹാബ് രാജാവ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതാരത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? ഏലിയാവിനോട് ചോദിക്കുകയാണ്. ആഹാബ് രാജാവ് ചോദിക്കുകയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? ഏലിയ പ്രവാചകനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഏലിയ പറഞ്ഞു, ഞാനല്ല, നീ നിന്റെ പിതൃഭവനവും അത്രേ. അതാണ് കാരണം. നീ നിന്റെ പിതൃഭവനം യഹോവയുടെ കൽപ്പനകളെ വിട്ട് ബാലിനെ ചെന്ന് സേവിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ കൽപ്പനകളെ വിട്ട് ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുന്നത് കൊണ്ടാകുന്നു ഇസ്രായേൽ കഷ്ടത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം എടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ ഒന്ന് വായിച്ചാലും. എടുത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം എടുത്തില്ലേ? ആമേൻ. 1 രാജാക്കന്മാരുടെ 18 ആമേൻ അങ്ങോട്ടുള്ള വചനം, ചില വചനം വായിച്ചാൽ കുറെ അപ്പുറത്തോട്ട് വായിച്ചാലും അതവിടെ കുറെ അങ്ങ് അപ്പുറത്തോട്ട് മുമ്പോട്ട് വായിച്ചാലും പ്രൈസ് ദി ലോർഡ്. കുറച്ചങ്ങോട്ട് വായിക്കാം. അതിലെ വചനം തന്നെ, ആ വചനം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്രകാരമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുക കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 ആശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുക. ആ വചനം കിട്ടിയില്ലേ? 19 വചനം. 1 രാജാക്കന്മാരുടെ പുസ്തകം. ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും കൂട്ടി വരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി വരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോട്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും. മതി. സ്തോത്രം. അവിടെ ആമേൻ തുടർന്ന് കാണാൻ കഴിയുന്നത് ആമേൻ ഏലിയാവ് പറയുന്നത്, എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 ആശേര പ്രവാചകന്മാരെ കർമ്മയിൽ വരുത്താൻ ഏലിയാവ് പറയാണ്. ആ
ദേശം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന ആഹാബിന്റെ കാലഘട്ടം, ആഹാബ് ഇസബേലിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ ഏലിയാവ് പറയുന്നത്, ഹല്ലേലൂയ, ബാലിന്റെ 480 ആശേര പ്രവാചകന്മാര് വിഗ്രഹങ്ങൾക്ക് വേണ്ടി, ബാൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ആഹാബ് ഇസബേൽ നിർത്തിയിരിക്കുന്ന ബിംബങ്ങൾക്ക് വേണ്ടി പ്രവചനം പറയുന്ന 480 പ്രവാചകന്മാർ. മാത്രവുമല്ല, ഇസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 ആശേര പ്രവാചകന്മാർ. 850 പ്രവാചകന്മാരെയും ഹല്ലേലൂയ ഇസ്രായേൽ ആമേൻ ഈ കർമ്മേൽ പർവ്വതത്തിൽ വരുത്താൻ പറഞ്ഞു. ആഹാബിനോട് വരുത്താൻ പറഞ്ഞു. നമ്മൾക്ക് ഒരു ദൈവമുണ്ട്, ജീവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് ആരാണെന്ന് തിരിച്ചറിയുന്നു. ക്രിസ്തുവിനോട് ആമേൻ. എന്നാൽ രാജാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടി വന്ന് കൂടിയപ്പോൾ പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും കർമ്മേലിൽ വന്നു. ആമേൻ. 850 പ്രവാചകന്മാര്, 450 ആശേര പ്രവാചകന്മാരും 400 ആമേൻ ഇസബേലിന്റെ മേശയിൽ ഭക്ഷിച്ചു വരുന്ന ആശേര പ്രവാചകന്മാരും വന്നപ്പോൾ ഏലിയാവ് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ഹല്ലേലൂയ. ഇസ്രായേലിലാണ് ഇപ്പൊ കാര്യം നടക്കുന്നത്, വേറെ ഒരിടത്തും അല്ല. ചുരുക്കം പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്താണ് കാര്യം നടക്കുന്നത്. ദൈവസഭയ്ക്കകത്താണ്, പുറത്തല്ല, പുറത്തുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. 2 തോണി നിങ്ങൾ എത്രത്തോളം? ഹല്ലേലൂയ. ഇവിടെ രാജ്യം ഭരിക്കുന്നത് ഇസബേൽ, ആമേൻ, ആഹാബ് ഇസബേൽ. എന്നാൽ അവർക്ക് വേണ്ടി പ്രവചിക്കുവാൻ വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി പ്രവചിക്കുവാൻ വേണ്ടി 480 ആശേര പ്രവാചകന്മാരുണ്ട്. അവർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, നാടുവാഴികൾക്ക് വേണ്ടി, അധിപന്മാർക്ക് വേണ്ടി, പ്രമുഖന്മാർക്ക് വേണ്ടി പ്രവചിക്കുവാൻ 480 പ്രവാചകന്മാർ. ദൈവത്തിന് വേണ്ടി പ്രവചിക്കാൻ അല്ല കേട്ടോ, നാടുവാഴികൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ, നാട്ടിലുള്ളതിനെ കാണുന്നതിന് വേണ്ടി പ്രവചിക്കുവാൻ. അത് മാത്രവുമല്ല, കൂടെ 400 ആശേര പ്രവാചകന്മാർ ഇസബേലിന്റെ മേശയിൽ ഭക്ഷിച്ചു വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇസബേലിന്റെ, ആഹാബിന്റെ ഭാര്യ ഇസബേലിന്റെ മേശയിൽ ഭക്ഷിച്ചു വരുന്നത്. ചില വചനങ്ങൾ, ചില തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇവിടെ 400 പ്രവാചകന്മാർ ചെയ്യുന്നത് ഇസബേലിന് വേണ്ടി പ്രവചിക്കുക, അധിപതിക്ക് വേണ്ടി പ്രവചിക്കുക. എന്നാൽ ഇതങ്ങൾക്ക് വല്ല തിന്നാൻ കിട്ടത്തുള്ളൂ, തിന്നാനും കുടിക്കാനും വേണം. അതിനു വേണ്ടി 400 ഇസബേലിന്റെ മേശയിങ്കല് പ്രവചിച്ചു വരുന്നത്, ഇസബേലിന് വേണ്ടി പ്രവചിച്ചു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവാചകന്മാരെല്ലാം ബാലമേൻ 480 880 പേര് കർമ്മേൽ പർവ്വതത്തിലുണ്ട്. അവിടെ ദൈവപുരുഷനാകുന്ന ഏലിയാവ് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും? 2 തോണിയിൽ കാല് വയ്ക്കും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, യഹോവയുടെ സന്നിധിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പേര് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നുകൊണ്ട് ലോകത്തിനുള്ളതിന് വേണ്ടി, ലോകത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. പേര് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, ലോകത്തില് ഹല്ലേലൂയ ലക്ഷ്യം വയ്ക്കുന്നത്. ചില ദിവസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്: കൊണ്ട ഇവിടെ, മണ്ട അവിടെ, മണ്ട അവിടെ, കൊണ്ട ഇവിടെ. 2 തോണിയിൽ. ദൈവം പറയുന്നു, ഒന്നുകിൽ നീ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. ശീതോഷ്ണവാനോ ആയിരുന്നെങ്കിൽ, ശീതോഷ്ണവാനോ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണം. ഹല്ലേലൂയ. ലോകത്തിന് വേണ്ടി പ്രവചിക്കുന്നു. അങ്ങനെ 850 പ്രവാചകന്മാര് ആമേൻ ആമേൻ രാജാക്കന്മാർക്ക് അനുകൂലമായി പ്രവചിച്ചു വരികയാണ്. ദൈവത്തിന് വേണ്ടിയുള്ളവരല്ല കേട്ടോ, ദൈവത്തിന് വേണ്ടിയുള്ളത് ഏലിയാവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി പ്രവചിക്കുവാൻ ഏലിയാവ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും ആഹാബിന് വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ ആഹാബിന്റെ കാര്യം പറഞ്ഞാൽ, ആഹാബ് ഹല്ലേലൂയ
ഇവിടെ ബിംബങ്ങളൊക്കെ നിർത്തി ഇത് തന്നെ ദൈവം എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ തെറ്റിച്ച് വഴി നടത്തുന്ന കാലം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, രഹബയാമിന്റെ പാപം, രഹബയാമല്ല യൊരബയാമിന്റെ പാപം വഴികളിലാണ് ഇസ്രായേല്, ആമേൻ, ഇസ്രായേൽ ജനത്തെ ആഹാബ് നടത്തുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ അതിനെ ആമേൻ പാപം എന്ന് പറയുന്നത് ബിംബാരാധന പാപമാണ്. ബിംബാരാധന പാപം. ഒരിക്കൽ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് കനാലിലേക്ക് വരുന്ന വഴിയിൽ മോശ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവജനം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഹല്ലേലൂയ നടത്തിപ്പിന് ആള് കുറഞ്ഞെന്ന് കണ്ടിട്ട് മോശയെ കാണാത്തതുകൊണ്ട് ആമേൻ അഹരോന്റെ അടുത്ത് വന്ന് ഹല്ലേലൂയ ഞങ്ങൾക്കൊരു ദേവനം ഉണ്ടാക്കി തരുന്ന ഞങ്ങളെ പുറപ്പെടുവിച്ച ആമേൻ മോശയെ കാണുന്നില്ല. മോശ കുറേ 40 ദിവസമായി കാണാനില്ല. അഹരോൻ ഒരു ബഹളക്കുട്ടിയെ ഉണ്ടാക്കി അവർക്ക് മുമ്പ് വെച്ചു കൊടുത്ത്, ഇത് തന്നെയാണ് നിങ്ങളെ കനാലിൽ നിന്ന് കൊണ്ടുവന്ന ദേവൻ. അവരതിനെ നമസ്കരിച്ചു, തുള്ളിച്ചാടി ആരാധിച്ചു. ആമേൻ. അത് സ്വർഗത്തിലെ ദൈവവും മോശയെ അറിഞ്ഞു. ഹല്ലേലൂയ. വേഗത്തിൽ ഇടപെട്ട് അതിനെയൊക്കെ മോശ വന്നു അതിനെല്ലാം കത്തിച്ച് ചാരമാക്കി വെള്ളത്തിൽ കലക്കി അവരെ തന്നെ കൊണ്ട് കുടിപ്പിച്ചു. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ കാലം അത് ഒന്ന്. രാജാക്കന്മാരുടെ കാലമായപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ഒന്നാമത്തെ രാജാവായിരിക്കുന്ന ഹല്ലേലൂയ ശൗലിൻ്റെ കാലം, രണ്ടാമത്തെ രാജാവായ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരിക്കുന്ന ദാവീദിൻ്റെ കാലം, മൂന്നാമത്തെ രാജാവായിരുന്നത് ശലോമോൻ്റെ കാലം കഴിഞ്ഞ് രഹബയാമിൻ്റെ കാലത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ 2 രാജാക്കന്മാർ വരികയാണ്. 2 രാജാക്കന്മാർ രഹബയാമിൻ്റെ കാലത്തിൽ ഹല്ലേലൂയ ആമേൻ ദൈവം മനുഷ്യനോട് കുറച്ചൊക്കെ ഇടഞ്ഞു രാജാക്കന്മാരോട് കുറച്ച് ഇടഞ്ഞു തുടങ്ങി. ദൈവം ഇടഞ്ഞു തുടങ്ങി. രാജാക്കന്മാരുടെ നടത്തിപ്പ് അത്ര ശുഭമല്ലാത്തതുകൊണ്ട് ഇടഞ്ഞു തുടങ്ങിയിട്ട് ജനത്തിൽ ആമേൻ ഇസ്രായേൽ ഗോത്രം 12 ഗോത്രം, അതിൽ 10 ഗോത്രത്തെ ആമേന് ഒരു രാജാവുണ്ടായി അവിടെ. അവൻ അയാളുടെ പേരാണ് യൊരബയാം. ശലോമോന്റെ മകന്റെ പേര് രഹബയാം. അങ്ങനെ 2 രാജാക്കന്മാര് ആമേൻ. അവിടെ 2 ഗോത്രത്തിന് ശലോമോന്റെ മകൻ രാജാവും 10 ഗോത്രത്തിന് 10 ഗോത്രത്തിന്റെ അധിപതിയായിരിക്കുന്ന ആമേൻ രഹബയാം. രഹബയാം ആമേൻ തൻ്റെ പക്ഷത്തിൽ ആമേൻ 10 ഗോത്രമുണ്ട്. ഈ 10 ഗോത്രം ശലോമോന്റെ മകൻ രഹബയാം ഇസ്രായേലിന് യെരുശലേമിൽ അവിടെ യെരുശലേം അവിടെ ഭരിക്കുന്ന ആളാണ് ശലോമോന്റെ മകൻ. അവൻ ശലോമോന്റെ മകൻ അവിടെയാണ് യെരുശലേം ആലയമുള്ളത്. ചിലപ്പോൾ ഇവിടെ യൊരബയാം തീരുമാനിച്ചു, മനസ്സിൽ കണ്ടത് ഈ എൻ്റെ കൂടെ ഉള്ള 10 ഗോത്രവും ഇവിടെ യെരുശലേമിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ശലോമോന്റെ മകൻ രഹബയാമിനോട് ചിലപ്പോൾ പക്ഷം ചേർന്ന് കളയും. ആയതുകൊണ്ട് ഇവരങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി 10 ഗോത്രം അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് വേണ്ടി 2 ബിംബം ഉണ്ടാക്കണം. അങ്ങനെ 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി ബേതേലിലും ദാനിലും ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ യൊരബയാം പ്രതിഷ്ഠിപ്പാനിടയിൽ തീർന്നു. അത് ദൈവഗത പ്രകാരം പാപമായി തീർന്നു. ഇതാകുന്നു പാപം, ബിംബാരാധന പാപം. ഇസ്രായേലിനെ കൊണ്ട് യൊരബയാം രാജാക്കന്മാരുടെ കാലത്തിൽ ഹല്ലേലൂയ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആ കാലഘട്ടം മാറി പിന്നെയും രാജാക്കന്മാർ വന്നു. അങ്ങനെ ആഹാബിൻ്റെ അപ്പൻ ഒമ്രി വന്നു. ഒമ്രിക്ക് ശേഷമാണ് ആഹാബ് വന്നത്. ആഹാബ് അതേ പാതയിൽ പിന്തുടരെ രാജാവിനെ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുക. അതിൻ്റെ നടുവിലാണ് ഈ പാപനിമിത്തം ഏലിയാവിനെ ദൈവം അയപ്പാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ ആമേൻ. നിങ്ങൾ എത്രത്തോളം 2 തോടിയിൽ കാല് വയ്ക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആലയിലെ 1-ാമത്തെ അവിടെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ആലയിലെ നമ്മുടെ വലിയ പ്രവാചകൻ, ആ ദൈവമാകുന്ന കർത്താവ് മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാക്കിയതിന് ശേഷം, സൃഷ്ടിച്ചതിന് ശേഷം, തൻ്റെ രൂപസാദൃശ്യ മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം മനുഷ്യരെ ഹല്ലേലൂയ താൻ ഉണ്ടാക്കിയ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ പേരാകുന്നുവല്ലോ ആദാമും ഹവ്വയും തോട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം പറഞ്ഞത് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തോട്ടത്തിലാണ് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ വൃക്ഷഫലം ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്.
എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വലിയൊരു പ്രവചനം ദൈവം പ്രവചിച്ചിട്ട് അങ്ങോട്ട് പോയി. ഹല്ലേലൂയ. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള ഹല്ലേലൂയ വൃക്ഷഫലം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. ആമേൻ. വലിയൊരു കൽപ്പന, വലിയൊരു പ്രവചനം ദൈവാത്മാവ് പ്രവചിച്ചിട്ട് അങ്ങോട്ട് പോയി. ആമേൻ. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അടുത്ത കള്ളപ്രവാചകൻ അവിടെ വരുവാനായിട്ട് ഒന്ന് അവിടെ അതിന്റെ അതൊന്ന് വായിച്ചാലും. കള്ളപ്രവാചകൻ സാത്താൻ ഉടനെ അവിടെ വന്ന യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല. സ്തോത്രം. അവിടെ പാമ്പ് വന്ന് പറഞ്ഞ, സാത്താൻ വന്ന് പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു. തോട്ടത്തിലെ സ്ത്രീയോട് പറഞ്ഞത്, തോട്ടത്തിലെ വൃക്ഷഫലങ്ങളുടെ, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണേ ദൈവമക്കളെ. സാത്താൻ വന്ന് ചോദിച്ച കാര്യം ഇതാണ്. സാത്താൻ പറയുന്ന കാര്യം ഇതാണ്, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അല്ലെ അവിടെ പറയേണ്ട അവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വാസ്തവമായി. സാത്താൻ വന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന കള്ളപ്രവചനം പറയുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വചനം എടുത്തിട്ടുള്ളത് ഞാൻ. സാത്താൻ വന്ന് പറയുന്നത് വാസ്തവമായി കൽപ്പിച്ചിട്ടോ. വാസ്തവം എന്ന് പറഞ്ഞാൽ വാസ്തവമാണോ, ശരിയാണോ? വാസ്തവം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിയാണോ, ശരിയായിട്ട് തന്നെയാണോ ദൈവം പറഞ്ഞത്? അപ്പൊ സ്ത്രീയുടെ മനസ്സിനകത്ത് ഒരു അങ്കലാപ്പ് വന്നു. ശരിയോ തെറ്റോ, ശരിയോ തെറ്റോ, ശരിയോ തെറ്റോ? സാത്താൻ പറയാണ്, നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ നിങ്ങളെ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്, ദൈവത്തെ പോലെ ആകുമെന്ന ഒരു കള്ളപ്രവചനം അങ്ങ് പറഞ്ഞു കൊടുത്ത് ഇതിലങ്ങ് വിശ്വസിച്ചു. 3 പേര് നിൽക്കുകയാണ്. അപ്പൊ തനിക്ക് നേരെ എന്ന് കണ്ടിട്ട് ആമേൻ, തനിക്ക് നേരെയാണ് വന്നിരിക്കുന്നത്. ആമേൻ. അബ്രഹാം അങ്ങനെ ഓടിച്ചെന്നിട്ട് ഹല്ലേലൂയ ആമേൻ 3 പുരുഷന്മാരെയും അവൻ നമസ്കരിച്ചു, വന്ദനം പറഞ്ഞു, അവരുടെ കാലുകളെ കഴുകി അവരെ ഭക്ഷണത്തിന് വിളിച്ചു. നിങ്ങൾ എൻ്റെ അടുക്കൽ വരി വിശ്രമിച്ചിട്ട് പോകാം, ഭക്ഷിച്ച് പാനം ചെയ്ത് വിശ്രമിച്ചിട്ട് പോകാമെന്ന് ആമേൻ അവരെ വിളിച്ചു. അവരെ 3 ദൂതന്മാരെയും വിളിച്ചു. ദൈവമാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആമേൻ. 3 പുരുഷന്മാരായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആമേൻ അബ്രഹാം അവിടെ ചെന്നിട്ട് ആമേൻ ഹല്ലേലൂയ അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നു. അവരെ കാലുകൾ കഴുകി ആമേൻ മരച്ചൂട്ടിൽ വിശ്രമിക്കാൻ ഇരുത്തിയിട്ട് ആമേൻ അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് അവരുടെ മൃഗസമ്പത്തിൽ നിന്ന് തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്ത് പാകം ചെയ്ത് വേഗത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വേഗത്തിൽ പാകം ചെയ്ത് അവർക്ക് ഭോജന പദാർത്ഥം ഒരുക്കി കൊണ്ടുവന്നു. അവർ ഭക്ഷിച്ചു, ദൂതന്മാരെ ഭക്ഷിച്ചു. അവർ പോകുന്നതിന് മുൻപ് പോകാൻ സമയമായപ്പോൾ ഹല്ലേലൂയ യാത്ര പറയാൻ സമയമായപ്പോൾ ഹല്ലേലൂയ ദൂതന്മാർ പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ ഭാര്യ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അത് ഇവിടെ കൂടാരത്തിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ ഭാര്യ അടുത്ത് 1 വർഷം തികയുന്നതിനകത്ത് വെച്ച് ഇതേ സമയത്ത് ഒരു മകനെ നീ അവൾ ചേർത്തുകൊള്ളും. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, അബ്രഹാമിനും സാറയ്ക്കും മക്കളില്ലായിരുന്നു. ഇതേ സമയത്ത് ഒരു മകനെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തത്? അബ്രഹാമിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 100 സാറയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 90. ഹല്ലേലൂയ. എല്ലാം അസ്തമിച്ച കാലഘട്ടമാണ്, വയസ്സായി. ഇനി മക്കളൊന്നും ജനിക്കത്തില്ല. മക്കള് ജനിക്കുന്ന ആ ടൈമെല്ലാം നഷ്ടപ്പെട്ടു പോയി. സ്ത്രീകൾക്കുള്ള മുറയെല്ലാം നിന്ന് പോയി. ഇനി ഒന്നും നടക്കത്തില്ല, മക്കളുകൾ ലഭിക്കുമെന്നത് വിശ്വസിക്കാൻ കഴിയത്തില്ല. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂതൻ പറയണ്, ഹല്ലേലൂയ നിന്റെ ഭാര്യ ഇതേ സമയത്ത് അടുത്തൊരു വർഷത്തിനകത്തൊരു മകനെ ചേർത്തുള്ളൂന്ന്. ഹല്ലേലൂയ. അതിന് മറുപടിയായിട്ട് സാറ ചോദിച്ചൊരു കാര്യമുണ്ട് ദൈവമക്കൾ, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. സാറ ചോദിച്ചത്, ഹല്ലേലൂയ
വാസ്തവമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇത് വാസ്തവമാണോ പറഞ്ഞതെന്ന്, ശരി തന്നെയാണോ പറഞ്ഞതെന്ന് എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ, ഒരുപാട് സാറയുടെ ജീവിതത്തിൽ, സാറയുടെയും അബ്രഹാമിൻ്റെയും വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് കള്ളപ്രവചനം അവർ കേട്ടവരാണ്. ഒരുപാട് ഇതാ തുമ്പിലിരിക്കുന്ന പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇപ്പോൾ എന്ന് പറഞ്ഞ് ഒരുപാട് കള്ളപ്രവചനങ്ങൾ കേട്ടു. അതിന് പ്രകാരം ഒന്നും നടന്നില്ല. ആ പ്രവചനം കേട്ടതുപോലെ ഒന്നും നടന്നില്ല. തനിക്ക് മക്കളും ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഇത്രയും കാലമായി ഇപ്പോഴും ഇവിടെ ആ ഒരു പ്രവചനം കേൾക്കുകയാണ്. ദൂതന്മാർ വന്ന് പറയുകയാണ്, ഇതാ അടുത്ത വർഷത്തിനകത്ത് ഒരു മകനെ ചേർത്തുള്ളൂ എന്ന്. അപ്പോൾ സാറ പറയുന്നത് ആമേൻ ആമേൻ വാസ്തവം. ആ വചനം ഒന്ന് വായിച്ചാലും ഉൽപ്പത്തി പുസ്തകം 7:8 അതിന് 13-15 വായിച്ചാലും എങ്ങനെ വായിച്ചാളോ അത് മതി. അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവം നോക്കിക്കേ എന്ന് പറഞ്ഞ്, ഞാനല്ല ചോദിക്കുന്നത്, അബ്രഹാമിന്റെ ഭാര്യയാകുന്ന സാറ വാസ്തവമാണോ ശരിയാണോ? കൺഫ്യൂഷൻ ഉണ്ടാകുകയാണ്. ഞാൻ ഒരുപാട് വചനം കേട്ടിരിക്കുന്നു, ഇതുപോലെ പ്രവചനം കേട്ടിരിക്കുകയാണ്. നടക്കുമെന്ന് പറഞ്ഞത് കള്ളപ്രവാചകന്മാർ ഒരുപാട് പ്രവചിച്ച് പറഞ്ഞ് ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ ഇതിലൊന്നും ആമേൻ വാസ്തവമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു. ദൈവത്തിന് കഴിയാത്ത കാര്യമല്ല ഉണ്ടോ? ദൈവത്തിൽ സകല സാധ്യം. ഹല്ലേലൂയ. പകൽക്കാലത്തില് ആമേൻ സ്തോത്രം. അസാധ്യങ്ങളുടെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ ദൈവങ്ങളെ. അസാധ്യതകളുടെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിലെ അനേകര് ലോകപ്രകാരമല്ല, നമ്മൾ ദൈവപ്രകാരം നമ്മൾ ആമേൻ സ്തോത്രം. ദൈവത്തില് അബ്രഹാമിൻ്റെ ജീവിതത്തില്, സാറയുടെ ജീവിതത്തില് അവര് ആമേൻ അവരുടെ ജീവിതത്തില് നിരവധി കള്ളപ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അവര് വിശ്വാസത്തിൽ തളരാതെ ഉറച്ചു നിന്നു. ആയതുകൊണ്ടാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരെ അവർക്കുള്ള പ്രതിഫലമാണ് ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ദൂതൻ തന്നെ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞു, ഇനി ഒരു മകനെ സ്തോത്രം ഹല്ലേലൂയ നിനക്ക് ലഭിക്കും. ആമേൻ. അത് വാസ്തവമെന്ന് പറഞ്ഞാൽ ചിരിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. സാറയ്ക്ക് ചിരി വന്നു. ഹല്ലേലൂയ. ഈ വയസ്സാം കാലത്ത് അത് കേട്ടപ്പോൾ ദൈവത്തിന് അസാധ്യമാ എന്ന് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വചനം കൂടി വായിക്കുമ്പോൾ വേഗത്തിൽ വചനങ്ങൾ വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ ഹല്ലേലൂയ 4-8-9-10-11 വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ആമേൻ ആമേൻ ഒരു ശൂനോം കാരത്തി അവിടെ കാണാൻ കഴിയും. ശൂനോം കാരത്തിയുടെ കാണാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-8-9-10 വചനം വായിക്കുമ്പോൾ ശൂനോം കാരത്തി. ആമേൻ. ഒരിക്കലും ഇങ്ങനെ ഏലിശ പ്രവാചകൻ, ഏലിയാവിന് ശേഷമുള്ള പ്രവാചകനാണ് ഏലിശ പ്രവാചകൻ ശൂനോമിലൂടെ താനും തൻ്റെ ആമേൻ ഹല്ലേലൂയ പ്രവാചകൻ ശിഷ്യനുമായിട്ട് കടന്നു പോകാറുണ്ട്. ഒരു ദിവസം മതി ഞാൻ പറയാം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ കടന്നു പോകുന്നത് ഉള്ളത് കൊണ്ട് അങ്ങനെ ശൂനോം കാരത്തി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ ദൈവഭക്തൻ ഇതുവഴി കടന്നു പോകുന്നുണ്ട്, നമുക്ക് ആമേൻ മക്കളൊന്നുമില്ലെന്നുള്ള സങ്കടം ഭർത്താവിനോടും പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവപുരുഷൻ ഇതിലേ കടന്നു പോകുന്നുണ്ട്. ആ പുരുഷന് കടന്നു പോകുമ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിനോട് ചേർന്നൊരു മാളിക മുറി തീർക്കണം. നമുക്ക് അവൾ മാളിക മുറി തീർത്ത് അവിടെ ഒരു മേശയും നിലവിളക്കൊക്കെ വച്ചേക്കാം. ആ ദൈവപുരുഷൻ ഇതിലേ പോകുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ഒന്ന് കയറി പാർത്ത് വിശ്രമിച്ചിട്ട് പൊയ്ക്കൊള്ളട്ടെ എന്ന് ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് സമ്മതിച്ചു. അവർ വേഗത്തിൽ ആമേൻ ആ മാളിക മുറി നിർമ്മിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കൽ ആമേൻ പ്രവാചകൻ എലിശയും തൻ്റെ ശിഷ്യൻ ഏകസ്യമായി അതിലേ വരുന്ന വഴിയിലേക്ക് അവിടെ കയറി പാർപ്പാനിടയിൽ തീർന്നു. പാർത്തിരിക്കുമ്പോൾ എലിശ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത്ര കരുതലോടുകൂടെ ഈ ശൂനോം കാരത്തി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ ഇത്രയും ചെയ്തു തരുവാൻ എന്താ കാര്യം?
ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, ശൂനോകാരത്തിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അത് ആയതുകൊണ്ട് ഏലിശ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ഏകസിയോട് പറഞ്ഞു, ശൂനോകാരത്തിയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ശൂനോകാരത്തിയെ വിളിച്ച് വാതിൽക്കലിൽ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുമ്പോൾ ഏലിശ പറഞ്ഞു, ശൂനോകാരത്തിയോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രാജാവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നാടുവാഴിയോട് എന്തെങ്കിലും പറയാൻ, പ്രമുഖന്മാരോട് വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാനുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂനോകാരത്തി ഏലിശ പറഞ്ഞതിന് കാര്യമുണ്ട്. രാജാവിനോട് പറയണോ എന്നാണ് ചോദിച്ചത്. നാടുവാഴിയുടെ അടുത്തല്ല കേട്ടോ, നമ്മൾ തെറ്റിപ്പോകരുത്. നമ്മുടെ രാജാവ് ആരാണ്? ദൈവം. ദൈവത്തോട് വല്ലതും പറയാനുണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാം, ലോകത്തിൻ്റെ പ്രമുഖന്മാരോട് ആണ് പറഞ്ഞിരുന്നത്. പ്രമുഖന്മാരോട് പറയണോ? ലോകത്തിൻ്റെ രാജാക്കന്മാരടുത്ത്. ഇവിടെ ലോകത്തിൻ്റെ ഭരിക്കുന്നത് ആഹാബ് സഭയില്. ഹല്ലേലൂയ. അവരുടെ അടുത്താ പറയാൻ. രാജാവിനടുത്ത് വല്ല പറയണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ശൂനോകാരത്തിക്ക് ഒന്നും പറയാനില്ല. എല്ലാം മതിയായി ഇരിക്കാൻ കേട്ടാ, എല്ലാം മതിയായി, പറഞ്ഞിടത്തോളം മതിയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഏലീശ അടുത്തൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. ഏകസി പറഞ്ഞു, അവൾക്ക് മകനില്ല എന്ന് പറഞ്ഞു. ശൂനോകാരത്തിക്ക് മകനില്ല എന്ന് ഏലിശയ്ക്ക് അറിയാം, ഏകസിക്ക് അറിയാമായിരുന്നു. ഹല്ലേലൂയ. പേരെന്താ? ഏകസി. ഏലിശയ്ക്ക് അറിയത്തില്ല. അപ്പോൾ അമ്മേൻ പറഞ്ഞു, അപ്പോൾ ദൈവം ഏലിശ പറഞ്ഞു, അടുത്ത ഒരു വർഷത്തിനകത്ത് ശൂനോകാരത്തി ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. എനിക്കൊരു മകനെ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശൂനോകാരത്തി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ദൈവങ്ങളെ. അതൊന്ന് വായിച്ചാൽ ദൈവാസി. അല്ലയോ അവിടെ ഹല്ലേലൂയ. അവിടെ ശൂനോകാരത്തി പറയുന്ന കാര്യം ഇതാണ്. അല്ലയോ യജമാനനെ അടിയനോട് ഫോഷ്ക്ക് പറയരുതേ, അടിയനോട് ഫോഷ്ക്ക് പറയരുതേ. പറയുന്ന ആരത്താണ്? ഏലിശയോട്. അവിടെയും ശൂനോകാരത്തിയുടെ ജീവിതത്തില് ശൂനോകാരത്തിയുടെ ജീവിതത്തില് ഒരുപാട് പ്രവചനം കേട്ടതാണ് കേട്ടോ. പ്രവചനം കേട്ട് ഇനി ഒരൊറ്റ മനുഷ്യരടുത്ത് സങ്കടം പറയത്തില്ലെന്ന് തീരുമാനം എടുത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ശൂനോകാരത്തി. ഒരു സ്ഥലത്ത് ഒറ്റ മനുഷ്യനടുത്ത്, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ്റെ അടുത്ത് തൻ്റെ ആവലാതി പറയത്തില്ല. മൊത്തം കള്ളപ്രവാചനം. തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏലിശ എടുത്തും പറഞ്ഞില്ല ഒരു മകനെ വേണമെന്നൊന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഏലിശ പറയാണ്, ഒരു വർഷത്തിനകത്ത് നീ ഒരു മകനെ ചേർത്തുള്ളൂ എന്ന്. അപ്പോൾ ഏലിശ പറയാണ്, അടിയനോട് ഫോഷ്ക്ക് പറയരുതേ. ഞാൻ കള്ളം പറയല്ല. അവിടെ വചനം വായിച്ചാലും വായിച്ചാൽ മതി. ഏലിശയോട് പറയുകയാണ്, ശൂനോകാരത്തി പറയാണ്, അടിയനോട് ഫോഷ്ക്ക് പറയരുതേ. അങ്ങനെയല്ലേ? വായിച്ചാലും അവിടെ പറഞ്ഞാ പിന്നെന്താ ഫോഷ്ക്കല്ലേ പറയാണ്? കള്ളം പറയരുതേ എന്ന്. അടിയനോട് കള്ളം പറയരുതേ എന്ന് അണച്ചുള്ളൂ എന്ന്. ഇത് കുറെയൊക്കെ കേട്ടതാ. പ്രൈസലോ. എന്നാൽ ദൈവപുരുഷനാണ് ഇത്. ദൈവപുരുഷനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ പറയേണ്ട പ്രവാചകൻ വന്ന്, ദൈവപുരുഷൻ വന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമായി തീരുവാനിടയിൽ തീർന്നു. അവളുടെ ജീവിതത്തിൽ ഒരു മകനെ അവൾക്ക് ലഭിക്കാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവള് ഫോഷ്ക്കിനെ കുറിച്ച് ഓർപ്പിപ്പാനിടയിൽ തീർന്നു. ആമേൻ. ഫോഷ്ക്കല്ലേ സത്യമാണ്. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനിൽ വിശ്വസിച്ചത് കൊണ്ട് അവൾക്ക് മകൻ ലഭിക്കാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. കുറച്ചാലും കഴിഞ്ഞപ്പോൾ ഈ മകൻ അവൾക്ക് നഷ്ടമായി തീർന്നു. പെട്ടെന്ന് ഒരു രോഗം വന്ന് ആ കുഞ്ഞങ്ങ് മരിപ്പാനിടയിൽ തീർന്നു. അതെ,
ആമേൻ ആമേൻ മരിപ്പാനിടയിൽ തീർന്നു. അതിൻ്റെ 27, 28 വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആ കുഞ്ഞങ്ങ് പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് മരിച്ചപ്പോൾ ഹല്ലേലൂയ ഈ ശൂനോക്കാരത്തി തൻ്റെ മകനെ എടുത്തുകൊണ്ട് ദൈവപുരുഷൻ കിടക്കുന്ന കട്ടിലിന് മേൽ കൊണ്ട് കിടത്തിയിട്ട് ദൈവപുരുഷൻ താമസിക്കുന്ന ആമേൻ പർവ്വതത്തിലേക്ക് ഓടി. പർവ്വതത്തിൽ ചെന്ന് അപ്പോൾ ഹല്ലേലൂയ ദൈവപുരുഷൻ ഏലിശയും ഏകസി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ട മാത്രയിൽ ഏലിശ പറഞ്ഞ് അവൾക്കെന്തോ സങ്കടമുണ്ട്. അവർ ഓടിച്ചെന്ന് എന്താ വിശേഷം ഒക്കെ സുഖം തന്നെയോ എന്നൊക്കെ പ്രവാചക ശിഷ്യനോട് ചോദിപ്പിച്ചു. സുഖം തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എങ്കിലും അവളുടെ വരവിനെന്തോ പന്തികേടുണ്ടെന്ന് ഏലിശ കണ്ടിട്ട് ഹല്ലേലൂയ ഏകസിയോടുത്ത് പറഞ്ഞു അവൾക്കെന്തോ മനോവ്യസനം ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വചനം വായിച്ചാൽ ദേവാസി. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ച് ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട് എന്ന് യഹോവ എന്നെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ എന്നെ ചതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട് പറഞ്ഞത് ശൂനോകാരത്തി പറയുന്നത് ഞാൻ അങ്ങയോടൊരു മകൻ എനിക്ക് വേണമെന്ന് ചോദിച്ചിരുന്നുവോ? ഞാൻ ചോദിച്ചില്ല, ക്യാൻസൽ വെച്ചിരിക്കുകയായിരുന്നു, കട്ടിത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു മകനെ വേണമെന്ന് ഞാൻ യജമാനോട് ചോദിച്ചിരുന്നു. അങ്ങല്ലയോ തന്നത്? അങ്ങ് ദൈവത്തിൻ്റെ പുരുഷൻ ദൈവത്താൽ എനിക്ക് നൽകി തന്നു. ഞാൻ ചോദിക്കാതെ തന്നു. ഇപ്പോൾ ഇത് മരിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു മകനെ ചോദിച്ചിരുന്നുവോ? ഇല്ല, ദൈവം തന്നതാണ്. ദൈവം തന്നതാണെങ്കിൽ വീണ്ടും എനിക്ക് തരണം. ഈ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ ഈ മകനെ വീണ്ടും എഴുന്നേൽപ്പിക്കണം. അങ്ങനെ ഏലിശ തന്നെ ഈ വീട്ടിൽ വന്നു. ശൂനോക്കാരത്തിയുടെ വീട്ടിൽ വന്നു. ഹല്ലേലൂയ മാളിക മുറിയിൽ കയറിയപ്പോൾ ബാല്യക്കാരൻ മരിച്ചു കിടക്കുകയാണ്. അവൻ്റെ പുറത്ത് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവൻ അവർക്ക് മടങ്ങി വരുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതാ നിന്റെ മകൻ. ദൈവത്താൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? അത് ദൈവത്താലാണ് സാധ്യമായി തീരുന്നത്. തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ ലോകപ്രകാരം ലോകത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചിച്ച് അടഞ്ഞു കിടക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ വന്നപ്പോൾ ദൈവം ഇടപെട്ട് തുറന്നു വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. മക്കളില്ലാതിരുന്നു, മക്കൾ ലഭിച്ചു. മരണമുണ്ടായി. മരണത്താൽ പിന്നെ അടഞ്ഞുപോയി. പിന്നെ ദൈവം തുറന്നു കൽപ്പിക്കാണ്ടേ തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ അവിടെ എലിയാവ് പറയുന്നത് ഹല്ലേലൂയ ബാലിൻ്റെ പ്രവാചകന്മാരോട് ഹല്ലേലൂയ നിങ്ങൾ അനവധി പേരുണ്ടല്ലോ, 450 ബാലിൻ്റെ പ്രവാചകന്മാരും 400 ആശേര പ്രവാചകന്മാരും ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു അത് വായിച്ചാലും 18-ന്റെ 21 മുതൽ എടുക്കുന്നില്ലേ? അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിലിന്മേൽ കിടത്തി. അതല്ല അത് കഴിഞ്ഞു പോയില്ലേ? 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ന്റെ 21 മുതൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു മകനെ ചോദിച്ചിരുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ ഉള്ള വചനം എന്ന് പറയുന്നത് 2 രാജാക്കന്മാരാണ്. അത് തന്നെ 2 രാജാക്കന്മാര്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രാജാവ് ഏലിയാവ് ചോദിക്കുന്നത് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? 1 രാജാക്കന്മാരാണെന്നേ. അതല്ലേ 2 രാജാക്കന്മാർ വെച്ചോണ്ടിരുന്ന എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? അത് വായിച്ചാലും ഇവിടെ അവിടെ 850 ബാലിന്റെ പ്രവാചകന്മാരോടാണ് പറയുന്നത്. ഏലിയാവ് പറയുന്നത്
നിങ്ങൾ 2 തോടിയിൽ എത്രത്തോളം കാലം യഹോവ ദൈവമെങ്കിൽ ആമേൻ ഇന്ന് നമുക്ക് പർവ്വതത്തിൽ അവർ 2 യാഗപീഠം പണിത്. അങ്ങനെ 2 യാഗപീഠം പണിത്. ഒന്ന് ബാലിൻ്റെ യാഗപീഠം. അങ്ങനെ ഏലിയാവ് പറഞ്ഞു 400 നിങ്ങൾ അധികം പേരുണ്ടല്ലോ, നിങ്ങളൊരു യാഗപീഠം പണിത് യാഗപീഠത്തിൽ യാഗവസ്തു വച്ച് കൈ തൊടാതെ തീ ഇടാതെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഹല്ലേലൂയ ഈ യാഗപീഠം കത്തേണം എന്ന് ഏലിയ പറഞ്ഞു. അപ്പോൾ അത് ജനമെല്ലാം കേട്ടിട്ട് അത് നല്ല വാക്കെന്ന് പറഞ്ഞു. കൈ തൊടാതെ തീ ഇറങ്ങണം, നിങ്ങളുടെ ദേവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് തീ ഇറക്കണം എന്ന് ഏലിയാവ് പറഞ്ഞു. ഏലിയാവ് പറഞ്ഞത് ജനമെല്ലാം കേട്ടിട്ട് അത് ബോധിച്ചു കേട്ടോ ദൈവക്കളെ. ബോധിച്ചിട്ട് പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ ആദ്യം ഈ 480 പ്രവാചകന്മാർ 480 400 880 പ്രവാചകന്മാരുള്ള ഹല്ലേലൂയ ആമേൻ അവരോട് ഈ മന്ത്രവാദികളോട് നിങ്ങൾ തന്നെ ആദ്യം യാഗപീഠം പണിത് യാഗവസ്തു ഇറക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രാവിലെ മുതൽ ഉച്ച വരെ ആകുന്നതുവരെ അവർ ഹല്ലേലൂയ വചനം എടുത്തില്ലേ ദേവാസി? 2 രാജാക്കന്മാരുടെ അവസ്ഥ 1 രാജാക്കന്മാരുടെ തന്നെയാണ് 18:21. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാരുള്ള 850 പേരും യാഗപീഠം പണിത് രാവിലെ അങ്ങ് ആരാധന തുടങ്ങി. ബാൻഡുമേളവും കൊട്ടും കുഴലും ആലയിൽ നൃത്തവും എല്ലാം ചെയ്തങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ഉച്ചവരെ ആരാധിച്ചു. ബാലേ ഉത്തരമരളണമേ, ബാലേ ഇറങ്ങി വാ, ആകാശം തുറന്ന് തീ ഇറക്കി തരിക, ഈ യാഗപീഠം കത്തുവാൻ വേണ്ടി അപേക്ഷിച്ച് ഉച്ചവരെ അങ്ങോട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ച ആകുന്നത് വരെ യാതൊരു ഉത്തരവും ഉണ്ടായില്ല. ഒടുവിൽ ഈ മന്ത്രവാദികളെല്ലാം കൂടി ഹല്ലേലൂയ സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തം ചിന്തിച്ച് വാളുകൊണ്ട് മുറിച്ച് രക്തം ചിന്തി ഹല്ലേലൂയ ആരാധന നടത്തി. ബാലേ ഉത്തരമരുളണമേ, പാട്ടും കൂത്തും എല്ലാം ഉണ്ടായിരുന്നു. തീ പോലെ ഇറങ്ങണമേ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ഉത്തരവും ഉണ്ടായില്ല. മുഴുവൻ പ്രവാചകന്മാരും ഹല്ലേലൂയ മുഴുവൻ മന്ത്രവാദികളും ഇപ്പോഴ് ആമേൻ ആഹാബിനോട് കൂടെയാ, രാജാക്കന്മാരോട് കൂടെയാ, ആമേൻ ഇസ്രായേലിനോട് കൂടെയാ. ദൈവത്തോട് കൂടെ ആരുമില്ല കേട്ടോ. ദൈവത്തോട് കൂടെ ആരുമില്ല. ദൈവത്തിനോട് കൂടെ ഉള്ളത് ഏലിയാവ് മാത്രം. ബാക്കി മുഴുവനും ബാലിന് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി പ്രവചിക്കുന്ന പ്രവാചകന്മാരാണ്. ലോകത്തിന് വേണ്ടി, കാഴ്ചയാലുള്ളതിന് വേണ്ടി പ്രവചിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ദൈവത്തിനു വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി പ്രവചിക്കുന്നവരല്ല. ഹല്ലേലൂയ. അങ്ങനെ ആമ ഉച്ചവരെ പ്രവചിച്ചിട്ട് ഒരു ഉത്തരമോ ശബ്ദമോ കേൾക്കാതെ വന്നപ്പോൾ ഹല്ലേലൂയ ഏലിയാവ് അങ്ങോട്ട് കയറി വന്നു. അവരെല്ലാവരും ഈ ഇസ്രായേൽ ജനത്തെയും ഇങ്ങോട്ട് വിളിച്ചിട്ട് ആമേൻ ഏലിയാവോ ഇനി മുമ്പോട്ട് വന്ന് ആമേൻ ഇടിഞ്ഞു കിടന്ന ഇസ്രായേൽ മക്കൾക്ക്, ആ വചനം വായിച്ചാലും അതിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ളത്, ഇടിഞ്ഞു കിടന്ന ഇസ്രായേൽ മക്കളുടെ ഗോത്ര സംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് വെച്ച് ഹല്ലേലൂയ ഏലിയാവ് യാഗപീഠം പണിത് കേട്ടോ. ഇസ്രായേൽ ഗോത്രത്തിന് 12, അതിൻ്റെ ആ സംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് വെച്ച് യഹോവയുടെ ഇടിഞ്ഞു കിടന്ന യാഗപീഠം അവിടെ പണിതു. പണിതിട്ട് അതിൽ യാഗപീഠത്തിൽ യാഗവസ്തു വച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ ആമേൻ 4 തൊട്ടി വീതം വെള്ളം കൊണ്ടൊഴിച്ചു. മൊത്തം നനച്ച് ഒരു തോട് പോലെ ഉണ്ടാക്കിയ ഒരു കുളവും കുഴിച്ച് കുളത്തിൻ്റെ നടുവിൽ ഇപ്പോൾ നിൽക്കുകയാണ്. വെള്ളക്കെട്ടിൻ്റെ പുറത്താണ് ഇപ്പോൾ യാഗപീഠം നിൽക്കുന്നത്. നനച്ച് വെള്ളത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് പ്രാർത്ഥന തുടങ്ങി. ഹല്ലേലൂയ ആമേൻ അർപ്പിച്ചിട്ട് ഏലിയാവ് പറഞ്ഞു, കർത്താവേ ആമേൻ ഇസ്രായേലിലൊരു ദൈവം ഉണ്ടെന്ന് ഇവിടെ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഞാൻ നിന്റെ ദാസനെന്നും ആമേൻ നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ അതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് വെളിപ്പെടേണ്ടതിന് നീ ഉത്തരമരുളയണമേ എന്ന് പറഞ്ഞു. ഇസ്രായേലിന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിത് യാഗപീഠത്തിന്റെ ചുറ്റും 2 സേയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡമായി വിറകിൻ മീതെ വെച്ചു. അവിടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച്
ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു. വായിച്ചോളൂ. 2 പ്രാവശ്യം അങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിന്റെ ശേഷം 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യം ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. താഴോട്ടുള്ള പറഞ്ഞ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. യഹോവേ, നീ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ ഏലിയാവ് പറയുന്ന ദൈവത്തോട് പറയുന്ന കാര്യമാണ് ഇതാണ്. യഹോവേ, ഈ കാര്യമൊക്കെ നിന്റെ നാമത്തിലാണ് ചെയ്തിരിക്കുന്നത്. വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ. നീ ദൈവം തന്നെ. നീ ദൈവമെന്ന് യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. യഹോവയുടെ തീ ഇറങ്ങി. നോക്കിക്കേ, ആമേൻ. നേരായിട്ടുള്ള പ്രവാചകൻ, കള്ളപ്രവാചകനല്ല. കള്ളപ്രവാചകന്മാര് മുഴുവനും ആഹാബിന്റെ ചൂട്ടിക്കിടക്കുകയാണ്. അവർക്ക് യാതൊരു ഉത്തരവുമില്ല. കാഴ്ച മാത്രമേ ഉള്ളൂ. പ്രകടനവും പ്രകസനവും പാലുകുത്തിച്ചാട്ടവും ഇളക്കപ്പരുക്കും ഒക്കെ ഉള്ളൂ. ഇന്ന് ലോകം പറഞ്ഞ ഇതെന്റെ വാക്കുകളല്ല, ലോകക്കാരങ്ങനെയാണ് പറയുന്നത്. എന്റെ വാക്കല്ല ഇത്. അത് കാഴ്ചയാല് എല്ലാം ഉണ്ട്. വലിയ നിറവുണ്ട്, വലിയത് നടന്നു, വലിയത് നടക്കുന്നു എന്നുള്ള പേര് പെരുമകളും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ തീ അവിടെയില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇല്ല. ദൈവത്തെ വിട്ട് ബാൽ വിഗ്രഹങ്ങളെയാണ് സേവിക്കുന്നത്. അവിടെ ദൈവം ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവിക പ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങി യാഗപീഠത്തെ കത്തിച്ചു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, ആമേൻ. തുടർന്ന് ഏലിയാവ് പറയാണ്, ഈ ബാലിന്റെ പ്രവാചകന്മാരെ ഒരുത്തരെയും വിടരുത്. ഹല്ലേലൂയ, വിടരുത്. ആമേൻ, ആമേൻ. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഏലിയാവ് ഹല്ലേലൂയ കീശോൻ തോട്ടിന്റെ അരികിൽ വെച്ച് ഇവരെ എല്ലാവരെയും കൊന്നെന്നാണ് പറയുന്നത്. ഒരു ജഡക്കൊലയല്ല, ആത്മക്കൊലയാണ് എന്ന് ഇവരെ എല്ലാവരെയും അവിടെ ഇട്ട് പഠിപ്പിച്ചു എന്നാണ് ലോകം പറയും. അവരെ ആളുകൊണ്ട് വെട്ടിക്കൊന്നല്ല, അവര് തെറ്റി നടന്നതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, അവരെ മാനസാന്തരപ്പെടുത്തി അവിടെ ഇട്ട് 850 പ്രവാചകന്മാരെ കൊന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് പറയുന്ന ഒരുപാട് കാര്യമുണ്ട്, അത് പറയാൻ സമയമല്ല. എന്നാൽ സ്തോത്രം, ദേശത്തിന് നടുവ് 4 വർഷമായി 4 സംവത്സരമായി അടഞ്ഞു കിടക്കുന്ന ഒരു മണ്ഡലം ഇവിടെയുണ്ട്. ഏലിയാവ് പറയാണ്, ഇതാ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. 1 രാജാക്കന്മാർ 18:41 മുതൽ വായിച്ചാലും 41 മുതൽ അടഞ്ഞു കിടക്കുന്ന തുറന്നു വരാൻ പോവുകയാണ്. ഭക്ഷിച്ചു പാനം ചെയ്യുക. ആമേൻ. വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. 4 സംവത്സരം കൊണ്ട് ഇസ്രായേലില് മഴയും മഞ്ഞും പെയ്യാതെ അടഞ്ഞു കിടക്കുന്ന അനുഭവമായിരുന്നു. ഇതാ മഴയുടെ സാധ്യത ഉണ്ട്. നീ ഭക്ഷിച്ച് പാനം ചെയ്ത് പെട്ടെന്ന് അരമുറുക്കി നീ കൊട്ടാരത്തിലേക്ക് ഓടിക്കൊള്ളുക. ഹല്ലേലൂയ, വലിയ മുഴക്കമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യഥാർത്ഥമായ ആരാധന നടന്നപ്പോൾ ആമേൻ ബാലിന്റെ ആഹാബ് നിർത്തിയ ബിംബങ്ങളുടെ മുമ്പിൽ പ്രവചിക്കുന്ന ആമേൻ, ആമേൻ, ഇസബേലിന്റെ മേശകൾ ഭക്ഷിച്ചു വരുന്ന 400 പ്രവാചകന്മാർ, അങ്ങനെ 850 പ്രവാചകന്മാര് പ്രവചിച്ചിട്ട് നടക്കാത്ത, ഹല്ലേലൂയ, വെളിപ്പെട്ടു വരാത്ത, മഴ പെയ്യാത്ത, തീ ഇറങ്ങാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവാചകൻ ആമേൻ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി. ഹല്ലേലൂയ, യാഗപീഠം കത്തി. ഇവിടെ ഇപ്പം അടഞ്ഞു കിടക്കുന്ന മണ്ഡലം തുറക്കുകയാണ്. മഴ പെയ്യാൻ പോവുകയാണ്. ദേശത്തിൽ മഴ പെയ്യാൻ പോവുകയാണ്. നന്മ ഉണ്ടാകാൻ പോവുകയാണ്. വിടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. രോഗസൗഖ്യം ആമേൻ ഉണ്ടാകാൻ പോവുകയാണ്. അല്ല കേട്ടോ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അത് വായിച്ചാലും അല്പം കൂടി വായിച്ചങ്ങ് വേഗത്തിൽ വിരാമം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഴ ഉണ്ടാകുവാനിടയത്ത് ആമേൻ, ആമേൻ. മഴ പെയ്യുവാനിടയത്തീർന്നു എന്ന് താഴോട്ടുള്ള വചനങ്ങൾ നമുക്ക് വായിപ്പാനിടയത്തീർന്നു. ആമേൻ. ദേശമൊക്കെയും ആമേൻ, ആമേൻ. സമൃദ്ധി വീണ്ടും ദൈവത്തിൻ്റെ പ്രവചനത്തിലൂടെ. ഹല്ലേലൂയ. എടുത്തത് പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല. പ്രവാചക ശിഷ്യന്മാരെ അയക്കുകയാണ്. ആമേൻ. ഏലിയാവ് രാജാവിനെ പറഞ്ഞയച്ചിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞിട്ട് ഏലിയാവ് ഹല്ലേലൂയ
കർമ്മേലിൽ പ്രാർത്ഥന തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാർ എടുത്ത് ഏലിയ പറഞ്ഞു, നിങ്ങൾ പോയി കടലിലോട്ട് നോക്കാൻ പറഞ്ഞു. അതിൽ മേഘമല്ല ഉയരുന്നുണ്ടാവുന്നത്. അപ്പോൾ ആദ്യം 2 പ്രാവശ്യം നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെയും പറഞ്ഞയച്ചപ്പോൾ ഒരു കൈ പോലെ ഒരു മേഘം കയറി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആഹാവിനെ പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചു. ഹല്ലേലൂയ. എന്നാൽ വേഗത്തിൽ ആമേൻ ആകാശം മഴയും മേഘം കൊണ്ട് മേഘാവൃതമായി മൂടി കറുത്തിരുണ്ട് വേഗത്തിലും അങ്ങ് മഴ പെയ്യോനിടയിൽ തീർന്നു. വരണ്ടു കിടക്കുന്ന ദേശം, ശൂന്യമായി കിടന്ന ദേശം, അസ്തമിച്ചു കിടന്ന എല്ലാ സാധ്യതകളും അസ്തമിച്ചു കിടന്ന ദേശത്തിലെ അനുഗ്രഹങ്ങള് ദൈവത്തിന്റെ പ്രവാചകൻ പ്രവചിച്ചു. ആമേൻ. പ്രവചന പ്രകാരം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യാഗം അർപ്പിച്ചപ്പോൾ ഏലിയാമേൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് ഏലിയാവ് ആമേൻ യാഗമിടപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശുവിനാമേ യാഗം അർപ്പിച്ചത്. ഹല്ലേലൂയ. ദൈവഹിതം പോലെ അതിൻ്റെ മേലാണ് ദൈവം പ്രവർത്തിപ്പാനിടയെത്തി. ഇന്ന് പകൽക്കാലത്ത് ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവത പ്രകാരമാണോ നമ്മൾ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. ദൈവത പ്രകാരമാണോ യാഗം അർപ്പിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത പ്രകാരമാണോ? ലോകത്തിൻ്റെ വഴി ആമേൻ 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 ഹല്ലേലൂയ. ലോകത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ ലോകപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആമേ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചയാൽ നമുക്കെല്ലാം കൊള്ളാമെന്ന് തോന്നും. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, അവിടെ വാ, ഇവിടെ വാ. അങ്ങനെ പലരും പല ഉപദേശങ്ങൾ അവിടെ ഇവിടെയെന്ന് പറയും. കള്ളപ്രവാചകന്മാര്. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാര്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരെ കൊണ്ട് യാതൊരു സാധ്യതയുമില്ല. ആമേൻ. നോക്കിക്കേ. ആമേൻ. ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. സാറയുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇനി മക്കൾ ലഭിക്കത്തില്ല. ഭൂമിയിലുള്ള സകല പ്രവാചകന്മാരുടെയും വാക്കുകൾ കേട്ട് ഒന്നും നടന്നില്ല. അവർക്ക് ദൈവം തന്നെ സ്വദൂതനയച്ച് അവർക്ക് മക്കളെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശൂനോംകാരത്തിയുടെ അടുക്കൽ ശൂനോംകാരത്തി ആമേൻ ഒരുപാട് പ്രവചനങ്ങൾ കേട്ടതാ. ഇനി ഒറ്റ മനുഷ്യൻ്റെ തൻ്റെ സങ്കടം പറയത്തില്ല. പ്രത്യേകിച്ച് ദൈവാസിയുടെ ഒരു ദൂതാണ്. ഹല്ലേലൂയ. നാട്ടിലുള്ള പ്രവാചകന്മാർ അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നമ്മളെ കാര്യം സാധിക്കുമെന്നുള്ള ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ സങ്കടം നമ്മുടെ ദൈവത്തോട് തന്നെ പറയുക. നമ്മുടെ ദൈവത്തിന് ആമേൻ അവന് പ്രവാചകനുണ്ട്. ഹല്ലേലൂയ. അവന് പ്രവചന ശബ്ദമുണ്ട്. ദൈവത്തിന്റെ വാസ്തവത്തിലുള്ള പ്രവാചകനുണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലും ആമേൻ ഏറെയും ഡ്യൂപ്ലിക്കേറ്റാണ് ദൈവത്തിന്റെ പ്രവചന ശബ്ദം. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഹല്ലേലൂയ ആശ്രയിച്ചു കൊള്ളുക. അവൻ നമ്മെ സ്വദൂതനയച്ച് വിടിയിപ്പൻ്റെ തീരം. സാറയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം തന്നെ നേരിട്ടിടപെട്ടു. ആമേൻ. ഹല്ലേലൂയ. ശൂനോംകാരത്തിയുടെ ജീവിതത്തിൽ ഇതാ ആമേൻ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ആ ദൈവം അവൻ ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ ഇറങ്ങി. ആമേൻ. ഏലിയാവ് കൽപ്പിച്ച പ്രകാരം ആമേൻ ഏലിയാവ് പ്രാർത്ഥിച്ചു. മഴ ഇറങ്ങി, ആകാശം തുറന്നു. ഹല്ലേലൂയ. അടഞ്ഞു കിടന്നതും ഒക്കെയും തുറക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിച്ചത് അടഞ്ഞു പോകുന്നതും തുറന്നു വരുന്നതും. ആമേൻ. ഇസ്രായേൽ മക്കളുടെ പാപനിമിത്തമാകുന്നു അടഞ്ഞു പോകുന്നത്. പല നന്മകളും അടഞ്ഞു പോകുന്നത് വിഭാരാധകൾ നിമിത്തം, പേരിന് വേണ്ടി, നാമധേയമായി ഒക്കെ പോകുന്നത് കൊണ്ട് പലതും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോകുന്നു. എന്നാൽ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവത്തെ വാസ്തവമായി ആരാധിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വഴികളൊക്കെ അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ തുറക്കുവാനിടയിൽ ഇന്ന് പകൽക്കാലത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അതേ കർത്താവേ, അതേ അപ്പാ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്, മുഴുവനായി ഏൽപ്പിച്ചു തരികയാണ്. അപ്പാ യേശുവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതൊക്കെ നന്ദി അപ്പാ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്നതും അടഞ്ഞു പോകുന്നതും തുറന്നു വരുന്നതും എന്നുള്ള വിഷയത്തോട് ആസ്പദമാക്കി അതെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. അങ്ങ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ അടച്ചു കളഞ്ഞ മണ്ഡലങ്ങളെ ഏലിയാവിൻ്റെ കാലത്ത് ആമേൻ തന്നെ തുറന്നു കൊടുത്തുവല്ലോ. ആമേൻ. ആകാശത്തെ അടച്ച കർത്താവേ, ആമേൻ മഴയും മഞ്ഞും ആമേൻ ഞാൻ പറഞ്ഞിട്ടല്ലാതെ പെയ്യത്തില്ലെന്ന് ഏലിയാവിനെ കൊണ്ട് പറയിപ്പിച്ചു. എന്നാൽ ഏലിയാവിൻ്റെ കാലത്തിൽ തന്നെ മഴയും മഞ്ഞും അയച്ച കർത്താവ്, ഇസ്രായേലിനെ വീണ്ടും തിരിച്ച കർത്താവ്, അവരുടെ ബിംബാരാധനയിൽ നിന്ന് തിരിച്ചു വരുത്തിയ കർത്താവ് പകൽക്കാലത്തിൽ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങളങ്ങെ വാഴ്ത്തും. മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ,
അങ്ങ് തൻ്റെ മക്കളെ നയിച്ചാലും, അങ്ങ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചാലും, അവരുടെ ജീവിതത്തിൽ കർത്താവെ പലതരത്തിൽ അടഞ്ഞു പോയത്, ശത്രുവാകുന്നവൻ അടച്ചു കളഞ്ഞത്, പല കള്ളപ്രവാചകന്മാർ മുഖാന്തരം അടച്ചു കളഞ്ഞത് പകൽക്കാലം തുറന്നു വരട്ടെ അപ്പ, തുറന്നു നൽകണം അപ്പ. വിടുതലുകളും അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തുറന്നു വരട്ടെ. ആയുസ്, ആരോഗ്യം, നന്മയും എല്ലാ തലത്തിലൂടെയും ദൈവാത്മാവ് തുറന്നു നൽകണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേ അപ്പ അങ്ങയുടെ കരുത്തെ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങേ ഞങ്ങളോട് സംസാരിച്ച് നന്ദി. മാനവ മഹത്വം പോഴ്ച എല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ.